السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരന്മാരെ, നമ്മൾ ഓരോ ദിവസവും 17 തവണ അതീവ വിനയത്തോടുകൂടി നമ്മുടെ റബ്ബിനോട് നാം സ്തുതികൾ അർപ്പിച്ച, നാം ആരാധിക്കുന്ന, നാം സഹായം തേടുന്ന റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമുണ്ട്. ഞങ്ങളെ നേരായ പാതയിൽ നീ വഴി നടത്തണം. അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചത്. തൊട്ടു പിന്നാലെ പറയുന്നത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അതായത് നീ ഞങ്ങളെ വഴി നടത്തേണ്ടത് നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. റബ്ബേ, എനിക്ക് ആ വഴി, ശരിയായ മാർഗം, നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ മുൻഗാമികളായ ആളുകൾ നടന്നു നീങ്ങിയ ആ വഴി, അത് മതി, അത് ഞങ്ങൾക്ക് കാണിച്ചു തരണം. അതിലൂടെ നീ ഞങ്ങളെ വഴി നടത്തണം. ആരുടെ വഴിയാണത്? കോടീശ്വരന്മാരായ ആളുകൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട്, അവരുടെ മാർഗമല്ല. അധികാരമുള്ള ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരുടെ മാർഗവുമല്ല. മറിച്ച് നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ആ വഴിയിലെ ഓരോ മണൽത്തരിക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പാതയാണത്. 950 വർഷത്തിലധികം നീണ്ട പ്രയത്നത്തിന്റെ, ക്ഷമയുടെ കഥകൾ ആ വഴിയിൽ നമുക്ക് വായിച്ചെടുക്കാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മാർഗമാണത്. സ്വന്തം ജീവിതം, കുടുംബം, മക്കൾ എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച ആ പൂർണ്ണ സമർപ്പണത്തിന്റെ പാതയാണത്. ആ പാതയിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത്. ആ പാതയിൽ ഞങ്ങളെ നീ വഴി ചേർക്കണം. മൂസ അലൈഹി ഇസ്ലാമിന്റെ പാതയാണത്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ പാതയാണത്. അവരുടെയൊക്കെ ആ പാതയിൽ ഞങ്ങളെ നീ വഴി നടത്തണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന്റെ, അദ്ദേഹത്തിന്റെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ, അദ്ദേഹത്തിന്റെ യാതനകളുടെ, പ്രയാസങ്ങളുടെ പാതയാണത്. ആ പാതയിൽ വഴി നടത്തിയാൽ മതി. ധിക്കാരികളായ, സ്വേച്ഛാധിപതികളായ, അധർമ്മകാരികളായ, സമ്പന്നരായ അത്തരം ആളുകളുടെ പാത ഞങ്ങൾക്ക് വേണ്ട. ആ മാർഗത്തിലല്ല ഞങ്ങൾക്ക് വഴി നടക്കേണ്ടത്. ഞങ്ങൾക്ക് വഴി നടക്കേണ്ടത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ്. ആ അനുഗ്രഹിച്ചവർ, നിന്റെ അനുഗ്രഹത്തിന് വിധേയരായിട്ടുള്ള ആളുകൾ, അവർ സഞ്ചരിച്ച വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് ആരോഗ്യമുള്ളതും പണമുള്ളതുമൊക്കെയാണ് അനുഗ്രഹം എന്നാണ്. പലരും അങ്ങനെയാണ് അനുഗ്രഹത്തെ കണ്ടിട്ടുള്ളത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നരായ ആളുകൾ വലിയ നിഅമത്തിലാണ്, അനുഗ്രഹത്തിലാണ് എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ അവരല്ല അനുഗ്രഹിക്കപ്പെട്ടവർ. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് കാണുവാൻ സാധിക്കും. അദ്ദേഹം ചോദിക്കുന്നത്, ഫിറഔന് അധികാരം ഉണ്ടായിരുന്നില്ലേ? കാറൂനിന് സ്വർണം ഉണ്ടായിരുന്നില്ലേ? സമ്പത്തുണ്ടായിരുന്നില്ലേ? അവർ അനുഗ്രഹീതരാണോ? ഫിറഔനും കാറൂനും നമ്രൂദും അതുപോലെയുള്ള സ്വേച്ഛാധിപതികളായ ആളുകളും അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭൗതിക ലോകത്തുണ്ടായിരുന്നു. എന്നാൽ അവർ അനുഗ്രഹീതരായിരുന്നോ? അല്ല എന്നുള്ളതാണ് അതിനുത്തരം. മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടുക എന്നുള്ളതാണ് യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത്. ശരിയായ അറിവും ആ അറിവിനനുസരിച്ച കർമ്മവുമാണ്. അൽ ഇൽമു വൽ അമലു, ഇത് രണ്ടും ഒത്തുചേരുന്നതാണ് യഥാർത്ഥ നിഅമത്ത്. സത്യമെന്താണെന്ന് അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കാത്തവൻ ശാപത്തിന് ഉടമയാണ്. അറിവില്ലാതെ അന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവർ വഴിവേഴ്ചവരാണ്. എന്നാൽ അള്ളാഹുവിനെ അറിഞ്ഞ് ആ അറിവിനനുസരിച്ച് ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ കഴിഞ്ഞാൽ അത് സുഹൃത്തുക്കളെ യഥാർത്ഥ നിഅമത്താണ്. ആ നിഅമത്തിന്റെ വഴി, ആ അനുഗ്രഹത്തിന്റെ പാതയാണ് നമ്മൾ ചോദിക്കുന്നത്. ആ പാതയിൽ കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ സ്മരിക്കണം. ഈ വഴിയിൽ നമ്മൾ തനിച്ചല്ല. ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് ആ വഴിയിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന്. അവിടെ പ്രവാചകന്മാരുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. ഇവരുടെയൊക്കെ മാർഗമാണത്. ആ മാർഗത്തിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത്. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ യഥാർത്ഥ മാർഗത്തിലാണ്, യഥാർത്ഥ ഹുദയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നാം ഹുദ കാണിച്ചു തരും. ആ ഹുദ പിൻപറ്റുന്ന ആളുകൾക്ക് പേടിക്കേണ്ടതില്ല, ദുഃഖമേതും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ആ ഹുദ, ആ മാർഗത്തിലാണ് നമുക്ക് എത്തേണ്ടത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ മാർഗത്തിലൂടെ നമ്മൾ മുന്നേറിയാൽ സ്വർഗ്ഗലോകത്ത് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ആ സ്വർഗത്തിന്റെ പടവുകളിൽ നമുക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൂടെ ഇരിക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അവരെ കണ്ടുമുട്ടാൻ സാധിക്കുക എന്തൊരു മഹാഭാഗ്യമാണത്. അതിലാണ്
അതിനാണ് നാം ശ്രമിക്കേണ്ടത്. അതാണ് നമ്മൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നുള്ളത് അടുത്ത നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മളൊന്ന് കണ്ണോടിക്കണം. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ, ഇതെല്ലാം അള്ളാഹുവിന്റെ നിഅമത്താണ്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, നമ്മുടെ പ്രാപ്തി, നമ്മുടെ അധികാരം, ഇതെല്ലാം അള്ളാഹുവിന്റേത് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹം, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതിനപ്പുറമുള്ളതൊന്നും അനുഗ്രഹമല്ല. ഇതാണ് നേരായ മാർഗം. ഈ മാർഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലെങ്കിൽ നമുക്ക് ആ നേരായ മാർഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ നന്മ ചെയ്തു എന്നല്ല, അള്ളാഹുവെ നീ എന്നെ നന്മ ചെയ്യിപ്പിച്ചു, നീ എന്നെ കൊണ്ട് നന്മ ചെയ്യിപ്പിച്ചു. ഇതൊരു വിനയമാണ്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇത് തട്ടണം. റബ്ബേ, എനിക്ക് പണം കുറവാണ്, സമ്പത്ത് കുറവാണ്, അധികാരമില്ല, കഴിവുകളില്ല, ഏതുമില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നീ അനുഗ്രഹിച്ച ആളുകളുണ്ടല്ലോ, ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയവർ, അവരുടെ ആ മാർഗം, അതാണ് ഞങ്ങൾക്ക് ആവശ്യം. ആ മാർഗത്തിൽ ദരിദ്രരായ ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സമ്പത്തില്ലാത്തവരുണ്ടായിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ടവരുണ്ട്, ഒരുപാട് മർദ്ദനങ്ങൾക്ക് വിധേയമായവരുണ്ട്. റബ്ബേ, അതാണ് അനുഗ്രഹം. ഞങ്ങൾ അത് അനുഗ്രഹമായി കാണുന്നു. ആ ആളുകളുടെ അനുഗ്രഹത്തിലൂടെ ഞങ്ങൾ നീ സഞ്ചരിപ്പിക്കണമേ, വഴി നടത്തണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഫാത്തിഹ ഓതുന്ന സമയത്ത്, നമസ്കാരത്തിന് നെഞ്ചത്ത് കൈകെട്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇത് കടന്നു വരണം. അതിനുവേണ്ടി നാം തേടണം. അള്ളാഹുവിന്റെ സഹായം ഒന്നുണ്ടെങ്കിൽ മാത്രമേ ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, സദാ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത